ഇതിന്റെ ഒരു പുസ്തകം വലിയൊരു സിനിമയാകാൻ വേണ്ടി പോവുകയാണ്. ഇതിന്റെ അനൗൺസ്മെന്റ് ആണ് ഇപ്പൊ വന്നത്. ക്യാപ്റ്റൻ മര്യാദാസിന്റെ ഏറ്റവും ഇളയ മകൻ എന്നുള്ള രീതിയിൽ അതിനെ കുറിച്ച് ഒന്ന് പറയാം. ഇത് ഒരു ഇറ്റ്സ് എ ഗുഡ് ക്ലോഷറാ. ഈ ഞങ്ങള് ഫാമിലീസ്, ഞങ്ങൾ കൈരളി ഫാമിലീസ് ഞങ്ങൾക്ക് ഇത്രയും വർഷമായില്ലേ. ലൈക്ക് ഐ വാസ് 7 years old. My mother and many of families widows, I mean I call widows, they never accepted that. അവരാരും ഒരു മരണാനന്തര ചടങ്ങൊന്നും ചെയ്തിട്ടില്ല. സ്റ്റിൽ ബിലീവിംഗ് ദാറ്റ് ദേ വിൽ കം ബാക്ക്. സോ അതൊരു നല്ലൊരു ക്ലോഷറാണ്. പിന്നെ കേരളത്തിന്റെ ആകെ ഒരു കപ്പല്, ഒരേ ഒരു കപ്പലേ ഉണ്ടായിരുന്നു. അതിന്റെ ചരിത്രമാണത്. ഇറ്റ്സ് എക്സലന്റ് സ്റ്റോറി ലൈൻ. വാട്ട് മൈ ബ്രദർ റിട്ടൺ അബൌട്ട് മൈ ഫാദർ, മൈ മദർ ആൻഡ് ആ ഒരു 1930s and 40s ഈവൻ ഫോർ മീ, എനിക്ക് പോലും അറിയത്തില്ല അതിനെ പറ്റി. ഇപ്പോഴാണ് കാണുന്നത്. വെരി വെരി അഡ്വഞ്ചറസ് ലൈഫ്. മൈ ഫാദർ വാസ് പാർട്ട് ഓഫ് ദ INA. സുഭാഷ് ചന്ദ്ര ബോസിന്റെ പാട്ടായിരുന്നു. സോ ദോസ് ആർ ഓൾ വെരി ഇൻട്രസ്റ്റിംഗ് ടൈംസ് ദാറ്റ് ടൈം, യു നോ. പിന്നെ ഇത് സ്റ്റിൽ റെലവെന്റ് ഉണ്ട്. എല്ലാ ജൂലൈയിലും എല്ലാ മാധ്യമങ്ങളിലും ഈ കൈരളിയെ പറ്റി ഒരു ന്യൂസ് ആയിട്ട് വരും. July 3rd, 4th ആ സമയത്ത്. അതിന് കാരണം വെച്ചാൽ ഇപ്പോഴും ഞങ്ങളെ പോലെ തന്നെ lot of people want to know what really happened to the mystery of the ship, right? What had happened to the ship. So in that way it is a good thing, yes.